ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാസലി അല്ലെങ്കിൽ നമ്മുടെ പാലക്ക് കൊണ്ട് ഒരു അടിപൊളി പൊരിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ കുറച്ച് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി തേങ്ങ, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഒരു വറ്റൽമുളക്, കുറച്ച് ജീരകം എന്നിവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയോ മറ്റെന്തെങ്കിലും ഓയിലോ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം, വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവുമ്പം നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങുമ്പം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. 1-2 വറ്റൽമുളകും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ പാലക്കിൻ്റെ ഇല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലക്കിൻ്റെ ഇലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ ചീരയൊക്കെ ഐറ്റംസ് ആകുമ്പം നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിക്കണം. അതിന് ശേഷം മാത്രം ഉപ്പ് പോരായ്ക തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാൻ തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളതെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മളിതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പാലക് ചീര ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം നമ്മൾ അടച്ചു വെച്ചും ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം ചെറുതായിട്ട് ഈ പാലക്കിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളിത് തുറന്ന് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇത് നോക്കിക്കേ, പാലക്കിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ നമ്മൾ ചതച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള തേങ്ങയുടെ ഒക്കെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും വേണ്ട, വളരെ കുറച്ച് നേരം മതി. ഒന്ന് ആവി കയറി വരണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി തുറന്ന് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചേരുവ കൂടെ ചേർത്ത് നിങ്ങൾ ഈ ഒരു പൊരിയിൽ റെഡിയാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക് കേട്ടോ. അപ്പം ചിലവർക്ക് പാലക്കിൻ്റെ ആ ഒരു ചൊവ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മുട്ടയാണ്. അപ്പം 1-2 മുട്ട നമ്മളൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചീരയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ മുട്ട ചേർത്ത് കൊടുക്കണേ. മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ടയൊക്കെ ഒന്ന് ചിക്കി തോർത്തി എടുക്കേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ചോറിനൊപ്പമൊക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാനും മറന്നു പോകരുതേ. അപ്പം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.